പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇവിടെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ വേറെ ആരെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നും മുന്നിട്ട് നിന്നിട്ടുള്ള സംഘടനയാണ് DYFI. അത് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ത്രീക്ക് നേരെയുള്ള ആക്ഷേപങ്ങളോ അതിക്രമങ്ങളോ ഉണ്ടായാൽ ഞങ്ങൾ അതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരികയും ചെയ്യുമെന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ നാടിന്റെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ കാണിക്കുമ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. ഈ നാടൊട്ടുക്കുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. അത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇന്നിപ്പോ ഈ സമരം ഇവിടെ ആദർശ് ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഈ സമരം ഞങ്ങളിവിടെ ഒരു പ്രതിഷേധം എടുത്തുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ധാർമ്മികതയുള്ള ഒരു മനുഷ്യനും ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് തുടരുവാൻ കഴിയില്ല എന്ന ബോധ്യം നമുക്കുണ്ട്. അത്തരത്തിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകുന്നെങ്കിൽ പുറത്തു പോകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രതിഷേധം എന്നിവിടെ ഈ കേവലമായിട്ടുള്ള പ്രതിഷേധമായി ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ ഈ നാടിനകത്ത് ജനങ്ങളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ തുടരാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഈ തെരുവിൽ നേതൃത്വം കൊടുക്കുവാൻ DYFI വരാറുള്ള വെള്ളയും വസ്ത്രം ധരിച്ച് എല്ലാ കല്യാണ വീടുകളിലും ഇങ്ങനെ ഓമനച്ചിരിയോടെ സഞ്ചരിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഇനി പറവൂരിനകത്തേക്ക് കാലെടുത്തു വെക്കുമ്പോ ഈ പറവൂരിനകത്തുള്ള സ്ത്രീകളെങ്കിലും ഏറ്റവും ശക്തമായ പ്രതികരണവുമായിട്ട് മുന്നോട്ടേക്ക് വരുമെന്ന സൂചന മാത്രമാണ് DYFI ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടൊരുക്കി വെക്കുന്നത്. ഇത്തരത്തിലൊരു വാർത്ത വെളിയിൽ വരുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇത്തരത്തിലൊരു വാർത്ത വെളിയിൽ വരുമ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി പറവൂരുകാരെ സംബന്ധിച്ചിടത്തോളം പറവൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ നേർക്കാഴ്ചയിൽ കാണാൻ കഴിയുന്ന ഒട്ടനവധി പോരാട്ടങ്ങളുടെ നാടാണ്. ആ പറവൂര് കഴിഞ്ഞ കുറെ നാളുകളായി അറിയപ്പെടുന്നത് VD സതീശൻ എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവിന്റെ പെണ്ണുപിടിയുടെയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെയും നാക്കുകളും വാക്കുകളുമായി പറവൂരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് VD സതീശൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തി കഴിയുമ്പോൾ ആ പ്രഖ്യാപനത്തിനെതിരായി എന്തെങ്കിലും ഒരു വർത്തമാനം പറയാൻ കോൺഗ്രസുകാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവം. കോൺഗ്രസിന്റെ എംപിമാരുൾപ്പെടെയുള്ള ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധിയായിട്ടുള്ള കോൺഗ്രസിന്റെ വനിതാ രക്തങ്ങൾ, ആ വനിതാ രക്തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ തന്നെ ഒരു AICC മെമ്പറായിരുന്നയാൾ, ആ മെമ്പറായിരുന്നയാൾ പറയുകയാണ് വേര് തന്നെ വിളവ് തിന്നുക എന്നൊരു പഴമൊഴിയുണ്ട്. സ്വന്തം പാർട്ടിയിലേക്ക് വളർന്നു വരുന്ന പെൺകുട്ടികളെ, ആ പെൺകുട്ടികൾക്ക് ആ സംഘടനയിൽ മുന്നോട്ട് കടന്നു വരണമെങ്കിൽ ഇത്തരത്തിലുള്ള നാറിയ ആളുകൾക്ക് കീഴ്വഴങ്ങിക്കൊടുക്കണം എന്ന തരത്തിലേക്ക് ആ സംഘടനയുടെ തന്നെ ആളുകൾ പറഞ്ഞു വെക്കുകയാണ്. എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? VD സതീശൻ എന്തൊക്കെയാ പ്രഖ്യാപിക്കാറുള്ളത്? എന്തെങ്കിലും ഒരു തരത്തിലുള്ള വാർത്ത വന്നു കഴിഞ്ഞാൽ ആദർശധീരനായിട്ടുള്ള